നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്ക് വേണ്ടി നടത്തിയ തെരച്ചിലിൽ ദേശീയപാതയിൽ 20,000 മെട്രിക് ടൺ മണ്ണാണ് നീക്കം ചെയ്തത്. എന്നിട്ടും ആരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗംഗാവാലി നദിയിൽ നിന്നാണ് മുഴുവൻ മൃതദേഹങ്ങളും ലഭിച്ചത്. കണ്ണാടിക്കൽ സ്വദേശി അർജുൻ, ഷിരൂരുകാരനായ ലോകേഷ്, ലോകനാഥൻ എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. നാട്ടുകാരായ 2 പേർക്ക് വേണ്ടി കരയിലെ മണ്ണ് നീക്കി പരിശോധന തുടരുകയാണ്. പുഴയിലെ മണ്ണെടുക്കാൻ ഇനിയും കൂടുതൽ ഡ്രഡ്ജറുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കൊങ്കൺ പാലത്തിനടിയിലൂടെ വലിയ ഡ്രഡ്ജറുകൾ കൊണ്ടുവരാനുള്ള തടസ്സമാണ് പ്രധാന പ്രശ്നം. പകരം സംവിധാനങ്ങൾ കർണാടക ആലോചിക്കുന്നുണ്ട്. ഷിരൂരിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ശനിയാഴ്ച ഉച്ചയോടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. അടുത്ത ദിവസവും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. തിരച്ചിൽ തുടരുന്നതിനൊപ്പം തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരും. ദൗത്യം അവസാനിപ്പിച്ചെന്ന പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ശരിയല്ലെന്ന് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ദൗത്യം ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP എന്നിവരുടെ നേതൃത്വത്തിൽ ഷിരൂരിൽ യോഗം ചേർന്നു. തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. MLA മാരായ KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, AKM അഷറഫ്, കാർവാർ MLA സതീഷ് വേൽ, കളക്ടർ ലക്ഷ്മിപ്രിയ, SP നാരായണ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.